സലാസു ദഅവാത്തിൻ മുസ്തജാബാത്തുൻ. 3 പ്രാർത്ഥനകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും. ഹബീബ് ഈ ഹദീസ് പറയുമ്പോൾ ഒരു വാക്ക് കൂടി അതിൽ കൂട്ടിച്ചേർത്തു, ലാ ശക്ക ഫീഹിന്ന. നിങ്ങൾക്കതിലൊരു സംശയവും വേണ്ട. അള്ളാഹു ഉത്തരം നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. എന്നിട്ട് ആ 3 പ്രാർത്ഥനകൾ ഏതാണ് എന്ന് ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. 1, ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. നമ്മൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാളെ ദ്രോഹിക്കുകയോ കുറ്റപ്പെടുത്തുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. മറ്റുള്ള ആളുകളെ പ്രയാസപ്പെടുത്തുമ്പോൾ, അവനെ ആക്രമിക്കുമ്പോൾ, മാനസികമായി അവനെ ബുദ്ധിമുട്ടിക്കുമ്പോൾ, എന്തെങ്കിലും തരത്തിലുള്ള ഉന്മേഷങ്ങളും സന്തോഷങ്ങളും ആ സന്ദർഭത്തിൽ നമുക്ക് ലഭ്യമാകുമെങ്കിലും ആ മനുഷ്യൻ മനസ്സു വേദനിച്ച് അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയാൽ, അള്ളാഹുവേ, ഇവനെ ആക്രമിക്കാനോ തിരിച്ച് പ്രതികാര നടപടികൾ സ്വീകരിക്കാനോ എനിക്ക് കഴിയില്ല. അവന് വേണ്ടത് നീ കൊടുക്കണേ, നീ പ്രയാസപ്പെടുത്തണേ എന്നൊക്കെ ആ മനുഷ്യൻ മനസ്സ് വേദനിച്ച് അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്താൽ ഉറപ്പായിട്ടും അതിന് ഉത്തരമുണ്ടാവും. അവന് അനധിവിദൂര ഭാവിയിൽ വലിയ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും. 2ാമത്തെ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ദഅവത്തുൽ മുസാഫിരി, യാത്രക്കാരന്റെ പ്രാർത്ഥനയാണ്. വിദൂരമായ യാത്ര ചെയ്യുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു അതിന് ഉത്തരം നൽകുമെന്നാണ് ഹദീസിന്റെ താല്പര്യം. 3ാമത്തത് ദഅവത്തുൽ വാലിദി അലാ വലദിഹി, മാതാവ് പിതാവ് തൻ്റെ മക്കൾക്ക് എതിരെ ദുആ ചെയ്യുന്നത്. മക്കൾക്ക് അനുകൂലമായിട്ടുള്ള പ്രാർത്ഥനയും അപ്രകാരം തന്നെയാണ്. മക്കൾ നന്നാവാൻ വേണ്ടിയും മക്കള് നല്ല ഉന്നതിയിലേക്ക് എത്താൻ വേണ്ടിയും മാതാപിതാക്കൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അതിന് ഇജാബത്ത് ഉണ്ടാവും. അപ്രകാരം തന്നെയാണ് മാതാപിതാക്കളോടുള്ള ഹക്കുകളിൽ വീഴ്ചകൾ വരുത്തി അവർക്ക് നന്മ ചെയ്യാതെ അവരെ എതിർത്തുകൊണ്ട് പ്രയാസപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ വേദനയോടെ പ്രയാസത്തോടുകൂടെ മാതാവോ പിതാവോ ആ മകനെതിരെ ആ മകൾക്കെതിരെ ഒന്ന് ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനയ്ക്ക് ഉടനടി ഉത്തരം നൽകും. ലാ ശക്ക ഫീഹിന്ന, അതിൽ യാതൊരു സംശയവുമില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറിനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.